നമസ്കാരം. ഇന്ന് കറുത്ത വാവാണ്. ഇന്നേ ദിവസം ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായ വീഡിയോ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ്. ഇന്നേ ദിവസം ഭഗവാനുമായി സാക്ഷാൽ പരമശിവനുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. കറുത്ത വാവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും തന്നിരിക്കുന്നതായ ഭഗവാന്റെ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഭഗവാന്റെ നാമങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ ചിത്രമായ അഥവാ ഭഗവാന്റെ ആദ്യത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ അനുകൂലമായി ഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ പരാമർശിക്കാം. വിജയങ്ങൾക്ക് അനുകൂലമാകുന്ന, വിജയങ്ങൾക്ക് സഹായകരമായി തീരുന്ന ചില കാര്യങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിലേക്ക് കടന്നു വരാം. നിങ്ങൾക്ക് അത് ഭാവിയിൽ വളരെയധികം അനുകൂലമായ ഫലങ്ങൾ നൽകും എന്ന കാര്യവും ഓർക്കുക. അതിനാൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുവാനുള്ള സാഹചര്യമുണ്ട്. നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല, താങ്കൾക്ക് പ്രതികൂലമായി ഭവിക്കും എന്ന് വിചാരിക്കുന്നതായ ചില കാര്യങ്ങൾ പോലും അനുകൂലമാക്കി തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം. ജോലിയുമായി ബന്ധപ്പെട്ട്, സാമ്പത്തികവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം. ജോലിയുമായി ബന്ധപ്പെട്ട് വന്നു ചേരേണ്ടതായ ചില കാര്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ കടന്ന് വന്നു എന്ന് വരാം. സാമ്പത്തികപരമായ നേട്ടങ്ങൾ, സാമ്പത്തികപരമായ കാര്യങ്ങൾ അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ധനം അല്ലെങ്കിൽ അനിവാര്യമായ ധനം ഒന്നിൽ കൂടുതൽ വഴികളിലൂടെ, ധനസ്രോതസ്സുകളിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നു എന്ന് വരാം. ഉയർച്ച പല കാര്യങ്ങളിലും പ്രതീക്ഷിക്കാത്തതായ കാര്യങ്ങളിലാണ് എങ്കിൽ പോലും ദൃശ്യമാകുന്നതായ ഒരു സമയം കൂടിയായി മാറും. വിദ്യയിൽ ഉയർച്ച നേടുവാനും സാധിക്കുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക എന്ന കാര്യം ഓർക്കുക. അവിവാഹിതരായ വ്യക്തികളാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് കാര്യങ്ങൾ അല്പം കൂടി അനുകൂലമായി ഭവിക്കാം. കാരണം വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനത്തിൽ എത്തുവാനോ അല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ള ബന്ധം വന്നു ചേരുവാനോ സാധ്യത കൂടുതലാകുന്നു. കൂടാതെ പലപ്പോഴും വന്നു ചേരുന്നതായ ഏതൊരു അവസരവും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യമുണ്ട്. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരും. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങൾ കടന്നു വരും എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. പല യാത്രകളും നടത്തേണ്ടതായി വരും എങ്കിൽ പോലും ആ യാത്രകൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുവാനുള്ള സാധ്യതകളുണ്ട്. ആഗ്രഹിച്ച സ്ഥലത്തേക്കുള്ള യാത്രകൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. അത് വിദേശത്തേക്കാണ് എങ്കിൽ പോലും അത്തരം യാത്രകൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാവുന്ന സാഹചര്യങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ കടന്നു വരാം. ഈശ്വരാധീനമുണ്ട് എന്നത് വ്യക്തമാക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നു എന്ന് വരാം. കാരണം പല കാര്യങ്ങളും അനുകൂലമാകുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് വന്നു ചേരുക. മാനസികപരമായ വിഷമതകൾ, ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്നതായ പലവിധ ദുഃഖ ദുരിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്ന് പോകുവാൻ സഹായകരമായി തീരും. രോഗദുരിതങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അനുഭവിക്കുന്നതായ ആ പ്രതിസന്ധികൾ അത് നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. ആരോഗ്യം വീണ്ടെടുക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. വീട്, ആരോഗ്യം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ സന്തോഷകരമായ നിമിഷങ്ങൾ, മനസ്സിന് വളരെയധികം സന്തോഷം പകരുന്നതായ ചില വാർത്തകൾ, ചില കാഴ്ചകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. സമാധാനം പല കാര്യങ്ങളിലും അനുഭവപ്പെടുവാനുള്ള സാധ്യതകളുണ്ട്. പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച കാര്യങ്ങളാണ് എങ്കിൽ പോലും അനുകൂലമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ ഉള്ളതിനാൽ തന്നെ കാര്യങ്ങൾ നടക്കില്ല എന്ന് വിചാരിച്ചാൽ പോലും ആ കാര്യങ്ങൾ അത്ഭുതകരമായി നടന്നു എന്ന് വരാം. അല്ലെങ്കിൽ ജീവിതത്തിലെ പല കാര്യങ്ങളിലും
ചില അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് വരാം. അത് ഭഗവാന്റെ അനുഗ്രഹം അഥവാ ഭഗവാൻ ഒപ്പം ഉള്ളതിനാൽ കൂടിയാണ് എന്ന കാര്യം ഓർക്കുക. കൃത്യസമയത്ത് തന്നെ കാര്യങ്ങൾ നടക്കും. കൃത്യസമയത്ത് തന്നെ കാര്യങ്ങൾ നടക്കുവാനുള്ള സാഹചര്യമാണ് വന്നു ചേരുക. പല കാര്യങ്ങളിലും പിന്നീട് ചെയ്യാം എന്നൊരു മാനസികാവസ്ഥ തീരുമാനങ്ങൾ എടുക്കുന്നവരാണ് നിങ്ങൾ. അത്തരം തീരുമാനങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. ആ കാര്യങ്ങൾ അപ്പോൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും. ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എന്നിവയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ കുടുംബവുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഇവരുമായി ബന്ധപ്പെട്ട് പിന്തുണ അല്ലെങ്കിൽ സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്ന് വരാം. പല കാര്യങ്ങളും പെട്ടെന്ന് നടക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. അതിനാൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും. കളങ്കമില്ലാത്ത മനസ്സിന്റെ ഉടമകൾ കൂടിയാണ് നിങ്ങൾ. ഭഗവാന്റെ അനുഗ്രഹം അതിനാൽ നിങ്ങളിലുണ്ട് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഈ സമയം ഭഗവാനെ ആരാധിച്ചു തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. ഭഗവാന്റെ രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ, അപ്രതീക്ഷിതമായ ചില അത്ഭുതകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം. എന്നാൽ അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളും 41 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അനുകൂലമാകുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. അത് അപ്രതീക്ഷിതമായ കാര്യങ്ങളുമാകാം, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതായ കാര്യങ്ങളാകാം. അത്തരത്തിൽ 41 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പല കാര്യങ്ങളും അനുകൂലമാകുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. കർമ്മരംഗത്ത് നേട്ടങ്ങൾ കൊയ്യുവാൻ, കർമ്മരംഗത്ത് കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ദാമ്പത്യ ജീവിതത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ധനപരമായ നേട്ടങ്ങൾ, പുരോഗതി എന്നിവ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യം. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ അലട്ടിക്കൊണ്ടിരിക്കുന്നതായ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. ആത്മാർത്ഥമായി ഏതൊരു കാര്യത്തെക്കുറിച്ചും ചിന്തിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. അഥവാ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, പ്രവൃത്തികൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്ന കാര്യം നിസ്സംശയം പറയാം. ഭഗവാൻ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ ആ കാര്യങ്ങൾ, ഭഗവാനോട് പ്രാർത്ഥിച്ചതായ കാര്യങ്ങളിൽ കഠിനാധ്വാനത്തോടെ തന്നെ മുന്നോട്ട് പോവുക. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും. ഭഗവാനെ നിത്യവും നിങ്ങൾ ആരാധിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. കാരണം ആ കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് വർദ്ധിക്കുകയും ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ നാൾക്കുനാൾ വർദ്ധിക്കുകയും ചെയ്യും. സൽപ്രവർത്തികൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് കടന്ന് വരാവുന്നതാണ്. പെട്ടെന്ന് തന്നെ സന്തോഷം നൽകുന്നതായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ചിന്തകൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. കാരണം ശരിയായ രീതിയിലുള്ള ചിന്തകൾ, പ്രവൃത്തികൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ എടുത്തുചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അത് നിങ്ങൾക്ക് ആപത്കരമായ സാഹചര്യം സൃഷ്ടിക്കുന്നതിന് കാരണമായി തീരും. അപകട സാധ്യതകൾ അല്ലെങ്കിൽ നഷ്ടസാധ്യതകൾ, വിഷമങ്ങൾക്കുള്ള സാധ്യതകളുണ്ട് എങ്കിൽ പോലും, അത് അടുത്ത് വന്ന് ചേരുന്നു എങ്കിൽ പോലും അത് നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിലേക്ക് വന്നു ചേരും. മറ്റുള്ളവർ പല കാരണങ്ങൾ കൊണ്ട് നിങ്ങളെ അവഗണിക്കുന്നുണ്ടാകാം. എന്നാൽ ആ അവഗണനകൾ ഒഴിവാക്കി നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനും വിജയങ്ങൾ നേടുവാനും സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. സ്വസ്ഥത ഇല്ലാത്തതായ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. മനസമാധാനം ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും.
അപവാദം പല കാര്യങ്ങളിലും കേൾക്കുവാനുള്ള സാധ്യതകളുടെ മാനഹാനി സംഭവിക്കാം. അതിനാൽ തന്നെ ചെയ്യുന്ന ഏത് പ്രവർത്തനങ്ങളിലും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മാത്രമേ മുന്നോട്ട് പോകുവാൻ പാടൂ എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കുക. അപവാദം പല കാര്യങ്ങളിലും വന്ന് ചേരേണ്ടത് ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. സഹായിച്ചവരിൽ നിന്നും ചില തിരിച്ചടികൾ, ചില വിഷമകരമായ സാഹചര്യങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. എന്നാൽ അതിൽ തളരാതെ തന്നെ മുന്നോട്ട് പോകണം. സാമ്പത്തിക പരാധീനതകൾ ഒരു പരിധിവരെയാണ് എങ്കിലും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആരോ നിങ്ങളെ സഹായിക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത് പ്രതീക്ഷിക്കാത്തതായ ഒരു വ്യക്തിയാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അത്തരം ചില സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്ന് വരാം. കൂടാതെ അകന്നു നിൽക്കുന്നതായ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരു പരിധിവരെയെങ്കിലും പരിഹരിക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഈ സമയം ഭഗവാനെ ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും.